എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിൻ്റെ പിറ്റേ ദിവസത്തെ വൈകുന്നേരത്തെ കാഴ്ചകളാണ് ഇതൊക്കെ. അപ്പം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്ക് ഏട്ടന് ഒഴിച്ച് ബാക്കി എല്ലാവരും ഇവിടെയും സുഖമായിട്ടിരിക്കുന്നു. പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നിട്ട് ഞാൻ പറഞ്ഞിരുന്നു, ആകെ അലങ്കോലമായിട്ടാണ് വീടും പരിസരങ്ങളൊക്കെ കിടക്കുന്നത്. അപ്പോൾ കുറേ തെങ്ങിൻ്റെ പട്ടയൊക്കെ വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി ഇടാമെന്ന് വിചാരിച്ചു. ഇപ്പം ഗ്യാസിനൊക്കെ ക്ഷാമമുള്ളപ്പോൾ ഇതൊക്കെ നല്ല ഉപകാരത്തിൽപ്പെടും. പിന്നെ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് ഉണങ്ങി കിട്ടും ചെയ്യും. അതുകൊണ്ട് അതൊക്കെ ഒന്ന് വെട്ടിയിട്ട് ഞാനിങ്ങനെ ഓല വെട്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കൂടെ അങ്ങനെ കൊണ്ടുപോയിട്ട് ഇടുകയാണ്. പിന്നെ ഇനി അർജൻറ്റായിട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നത്, നമ്മളെ തോട്ടം നനച്ചിട്ട് കുറച്ച് ദിവസമായി, 10-15 ദിവസത്തോളമായി. അപ്പോൾ അതാണ് ഇനി അർജൻറ്റായിട്ട് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ എന്നും ഈ തോട്ടം നനച്ചത് കാരണം കൊണ്ട് വന്നപ്പോൾ ഞാൻ ആദ്യം ശ്രദ്ധിച്ചത് വാഴയും കഴുങ്കും തെങ്ങിൻ്റെയൊക്കെ അവസ്ഥയാണ്. വാഴയുടെയൊക്കെ പട്ടൊക്കെ ഇങ്ങനെ ഉണങ്ങി വീണ് ആകെ നാശമായിട്ടിരിക്കുകയാണ്. ഒക്കെ വെള്ളം നനവില്ലാത്തത് കാരണം ഒക്കെ ഇങ്ങനെ വാടി കത്തണ വെയിലുമാണല്ലോ. അപ്പം അത് ഒന്ന് അർജൻറ്റായിട്ട് നനയ്ക്കണം. തുണി കഴുകലായിരുന്നു ഇതുവരെ ഞാൻ ശ്രദ്ധ കൊടുത്തിരുന്നു. ഇനിയിപ്പോൾ അത് ഏകദേശം കഴിയാറായി. ഞാൻ എല്ലാ തുണികളും ഒന്നിച്ചങ്ങനെ കഴുകിയിടാറൊന്നുമില്ല. കുറച്ച് കുറച്ചായിട്ട് കഴുകിയിടും. വൈകുന്നേരത്തെ തുണി കഴുകലൊക്കെ എന്തെങ്കിലും വിശേഷങ്ങളോ അതൊക്കെ കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഞാൻ രാവിലെ ഒരു നേരം മാത്രം തുണി കഴുകിയാൽ മതി. ഇവിടെ അധികം ആൾക്കാരില്ലല്ലോ, ഞാനും മോളും ഏട്ടനും മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ വൈകുന്നേരം ഒരു തുണി കഴുകലൊന്നുമില്ല. ഇങ്ങനത്തെയൊക്കെ സന്ദർഭങ്ങളിൽ മാത്രമാണ് അതൊക്കെ ചെയ്യുക. അപ്പോൾ മോള് തുണി കഴുകണ അവിടുത്തെ ചാല് വലിക്കുകയാണ്. അത് അങ്ങനെ തൂർന്നു, മണ്ണ് കാരണം അതിങ്ങനെ തൂർന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങോട്ട് നീക്കി കൊടുത്താലാണ് ആ വെള്ളം അങ്ങോട്ട് തെങ്ങിൻ്റെ ചോട്ടിലേക്ക് നന്നായിട്ട് അങ്ങോട്ട് ഒഴുകി എത്തും. പിന്നെ കുറച്ച് ദിവസമായി വിളക്കൊക്കെ കൊളുത്തിയിട്ട്. അപ്പോൾ അത് ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് മതി ഇനി കൊളുത്തതെന്ന് വിചാരിച്ചിട്ട് വിളക്കും അതിൻ്റെ വെക്കുന്ന സ്റ്റാൻഡും ഒക്കെ ഒന്ന് കഴുകി എടുക്കുകയാണ് കേട്ടോ. ഈ പ്ലേറ്റിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് വിളക്ക് കത്തിക്കുക. അപ്പോൾ അതും ഒന്ന് ഇതേപോലെ ഒന്ന് കഴുകിയെടുത്തു. അപ്പോൾ ഇപ്പം 5 മണി സമയമാണ് വൈകുന്നേരത്തെ. ഞാനിപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചാൽ അധികം റെസ്റ്റ് എടുക്കൊന്നുമില്ല. പണ്ടത്തെ ആൾക്കാർ പറയണത് ഒന്നങ്ങോട്ട് നടുനിവർത്തും, അത് കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ ജോലിയിലേക്ക് കിടക്കും കേട്ടോ. തുണി കഴുകാനും ഒക്കെ ഉണ്ട്. കുറച്ചും കൂടിയും തുണി കഴുകാനുണ്ട്. പിന്നെ ബാഗ് കാര്യങ്ങളൊക്കെ കഴുകിയിട്ടില്ല, അത് പിന്നെ സാവധാനത്തിൽ മതി. തുണിയൊക്കെ ഒന്ന് കഴുകി ഇട്ടപ്പോൾ പിന്നെ വേനൽക്കാലം ആയതുകൊണ്ട് രാത്രിയും കഴുകി വേണം മുറ്റത്ത് തന്നെ ഇടാലോ. പിന്നെ ഉച്ചയിലും ചായയൊക്കെ കൂടി കഴിഞ്ഞപ്പോൾ വിറകൊക്കെ വെട്ടലും ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനിനി തുണിയും കൂടിയും കഴുകിയിടണം. പിന്നെ തോട്ടം തിരിയാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ പിന്നെ അതങ്ങോട്ട് മോളെ ഏറ്റെടുത്തു, അവൾ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് അവിടെ മോട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾ തോട്ടം നനയ്ക്കുന്നുണ്ട്. അപ്പോൾ അവളും കൂടി ഉള്ളതൊക്കെ വളരെ ഹെൽപ്പാണ് കേട്ടോ. അവൾ എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യും. അതുകൊണ്ട് പിന്നെ ആ വക കാര്യങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല. ഒരാളുള്ളത് ഇങ്ങനത്തെ ഇതിലൊക്കെ നല്ല സഹായമാണ്. അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളുടെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങൾ. പിന്നെ ഏട്ടന് വേദന കാര്യങ്ങളൊക്കെ കുറവുണ്ട്, അതിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നു. കാലിമ്പിലത്തെ ഒരു മുറി ആയിട്ടാണ് പോയത്. പിന്നെ അവിടെ ചെന്നപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കുറവാണ് കാലിന് എന്ന് പറഞ്ഞിട്ട് അതിന് ഇനി ഒരു ബലൂൺ ശസ്ത്രക്രിയ അതും ചെയ്തു. അങ്ങനെ എല്ലാം കൊണ്ടും കുറച്ച് ദിവസം ഒന്ന് കഷ്ടപ്പെട്ടു, 10-12 ദിവസം. പക്ഷെ നമ്മളുടെയൊക്കെ കാര്യങ്ങൾ വളരെ ചെറുതാണ്. അവിടെ ഓരോരോ ചെറിയ ചെറിയ കുട്ടികളും വലിയവരും ഒക്കെ വേദന കൊണ്ട് കരയുന്നതും പിന്നെ അവരുടെയൊക്കെ അവസ്ഥയും ഒക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും നമ്മളുടെയൊക്കെ കാര്യങ്ങൾ വളരെ ചെറുതാണെന്ന്. എന്നാലും നമുക്ക് നമ്മളെ കാര്യം വലുതാണ്, അല്ലാന്നല്ല. ഏട്ടൻ വേദന കൊണ്ട് സഹിക്കാൻ വയ്യ എന്ന് പറയുമ്പോൾ അതും ഇതാണ്. പക്ഷെ ചെറിയ കുട്ടികളൊക്കെ എത്രയാ കരഞ്ഞതായി. ഈ ഭയങ്കര കണ്ടു നിൽക്കാൻ തന്നെ പറ്റാത്ത കാര്യങ്ങളാണ് കേട്ടോ അവിടെ ഉള്ളതൊക്കെ. അതൊക്കെ കാണുമ്പോൾ നമ്മളെ കാര്യങ്ങൾക്കൊക്കെ നിസ്സാരമാണ് എന്ന് തോന്നും. വലിയ ആൾക്കാരാകുമ്പോൾ പിന്നെ ഏത് ഭാഗത്താ വേദന എന്ന് പറയാനെങ്കിലും പറ്റുമല്ലോ. പിഞ്ചു കുട്ടികളൊക്കെ കരയുന്ന കാണുമ്പോഴാണ് വളരെ സങ്കടം. പിന്നെ ഞാൻ കുറച്ച് കവറ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വേണ്ടാത്ത കവറൊക്കെ ഞാൻ കത്തിച്ച് കളഞ്ഞു. അല്ല, ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്.
പിന്നെ മറ്റ് നല്ല ഉപയോഗിക്കാൻ പറ്റണ കവറുകളൊക്കെ ഞാൻ കഴുകി ഉണക്കി കഴുകിയിട്ട് ഉണക്കാം എന്ന് വെച്ചാൽ നമുക്ക് ഇനിയും എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ മോള് അവിടെ നനയ്ക്കുന്നുണ്ട്. പിന്നെ എനിക്കിനി മേല് കഴുകാനും വിളക്ക് വെക്കാനും ഒക്കെ ഉണ്ട്. പിന്നെ ഏട്ടന് ഇപ്പോൾ കുളിപ്പിക്കാൻ ഒന്നും ചെയ്യാറായിട്ടില്ല. 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് മേല് വെള്ളമൊക്കെ ആക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തുണിയൊക്കെ മുക്കി ഒന്ന് തുടപ്പിച്ച് കൊടുക്കുന്നു. പിന്നെ ഭക്ഷണം കൊടുക്കുക, ഗുളിക കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ അതൊക്കെ സമയത്ത് ചെയ്യുക. അപ്പോൾ തൊടിയൊക്കെ അങ്ങനെ ആകെ വരണ്ട് കിടക്കുക കേട്ടോ. അപ്പോൾ അർജൻറ്റായിട്ട് ചെയ്യാൻ അത് മാത്രമേ ഇനിയുള്ളൂ. അപ്പോൾ അതും ഓരോ സൈഡിൽ നിന്നായി ചെയ്ത് നമ്മൾ പതിവ് രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും. ഒക്കെ മെല്ലെ മെല്ലെ ഞാൻ ഓരോന്ന് ചെയ്തിട്ട് നമ്മൾ പതിവ് രീതിയിലേക്ക് തന്നെ മാറുകയാണ്. അപ്പോൾ വൈകുന്നേരത്തെ നിങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ കമൻറ്റ് ഇട്ട് അറിയിപ്പിച്ചോളൂ. ഞങ്ങളുടെ വൈകുന്നേരത്തെ കാഴ്ചകളാണ് ഇതൊക്കെ. പിന്നെ അമ്മ ഒരു ചക്ക, പഴുത്ത ചക്കയും ഒരു പഴുക്കാത്ത ചക്കയും കൊടുത്തയച്ചിരുന്നു. ഒരു ചക്ക മുഴുവനില്ല പഴുത്തത്, ഒരു പകുതി ഭാഗം മാത്രം ഉണ്ടായിരുന്നു. അപ്പം അതും ഇങ്ങനെ ഇരുന്ന് ചീഞ്ഞു തുടങ്ങി. ഇന്നലെ രാത്രി തന്നു വിട്ടതാണല്ലോ. അപ്പം അതൊക്കെ ഒന്ന് എടുത്ത് അതിൻ്റെ ചുളയൊക്കെ എടുത്ത് ഞാനും മോളും മാത്രമാണ് കഴിക്കാൻ പറ്റുള്ളൂ. ഏട്ടന് പിന്നെ കഴിക്കാൻ പറ്റില്ല, ഷുഗറുള്ള കാരണം കൊണ്ട്. അപ്പോൾ മേലൊക്കെ കഴിക്കണതിൻ്റെ മുന്നേ ചക്കയൊക്കെ ഒന്ന് പറിച്ച് ചുളയൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ വിളക്കൊക്കെ വെച്ചതിൻ്റെ ശേഷം നമ്മൾ പണിയെടുത്ത ക്ഷീണമൊക്കെ ഒന്ന് തീർക്കാനായിട്ട് ഉമ്മറത്തിരുന്ന് ഞാനും മോളും കൂടി ചക്ക ചുളയൊക്കെ കഴിക്കുകയാണ്. അകത്ത് ഭയങ്കര ഇരുട്ടാണെങ്കിലും പുറത്ത് നല്ല വെയിൽ ഇങ്ങനെ മങ്ങി വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ വിളക്ക് വെക്കേണ്ട സമയം ആയിട്ടില്ല എന്ന് തോന്നും പുറത്തിറങ്ങുമ്പോൾ. പക്ഷെ സമയം 6:15 ആയിട്ടുണ്ടായിരുന്നു. വെയിൽ അത്ര വേഗം അങ്ങോട്ട് താഴ്ന്നു പോവില്ലല്ലോ. അങ്ങനെ ഞാൻ വിളക്കൊക്കെ വെക്കുകയാണ്. വിളക്കൊക്കെ വെച്ച് ഉള്ള ചക്കച്ചോളയും ഒക്കെ കഴിച്ച് ഇന്നത്തെ വൈകുന്നേരത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടമാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ വീഡിയോസ് എല്ലാവരും കാണും എന്ന പ്രതീക്ഷയിൽ ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ കാണുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.